പെഡിഗ്രി അനാലിസിസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടെണ്ണം പഠിക്കാൻ പോവാണ്. സോ അതിൽ ആദ്യത്തെയാണ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ്. അതിനു മുമ്പായിട്ട് നമുക്കറിയണം ട്രേറ്റുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന്. ട്രേറ്റ്സ് രണ്ട്, ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എബ്നോർമാലിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ഡിസീസ് ആവാം. സോ ഈ ട്രേറ്റുകൾ രണ്ട് ടൈപ്പ് ട്രേറ്റുകളാണുള്ളത്. ഓട്ടോസോമൽ ട്രേറ്റ്, നമ്മുടെ നോർമൽ ബോഡി ക്രോമസോമൽ. ഓട്ടോസോമൽ ട്രേറ്റുകൾ, അതായത് സെക്സിനെ ഡിറ്റർമിൻ ചെയ്യാത്ത ട്രേറ്റുകൾ. ഓട്ടോസോമൽ ട്രേറ്റുകളുണ്ട്, സെക്സ് ലിങ്ക്ഡ് ട്രേറ്റുകളുണ്ട്. സോ ട്രേറ്റുകൾ രണ്ട് തരത്തിലുണ്ട്, ഓട്ടോസോമൽ ട്രേറ്റുകളും സെക്സ് ലിങ്ക്ഡ് ട്രേറ്റുകളും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റുകൾ. നമ്മുടെ പെഡിഗ്രി അനാലിസിസിനെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെയാണ് ഓട്ടോസോമൽ ഡോമിനൻറ്റ്. സെക്സിനെ റെപ്രസെൻ്റ് ചെയ്യാത്തതാണ് ഓട്ടോസോമൽ ട്രേറ്റുകൾ. അങ്ങനത്തെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ട്രേറ്റാണ് നമ്മൾ പഠിക്കുന്നത്, ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ്. അപ്പോൾ നമുക്കൊരു പെഡിഗ്രീനെ കുറിച്ച് നോക്കാം. നമ്മുടെ ഒരു ഫാമിലി ട്രീയിൽ ആ പെഡിഗ്രി നമ്മൾ വരച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സിമ്പിൾസ് പറഞ്ഞു എന്തൊക്കെയാണെന്ന്. അപ്പോൾ ആ സിമ്പിൾസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫീമെയിലാണ്, സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലാണെന്നർത്ഥം. സോ ഒരു ഫീമെയിൽ മെയിൽ അവർ തമ്മിലുള്ള ഈ ലൈനിൻ്റെ അർത്ഥം മെയ്റ്റിംഗ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പാരൻസ് ആണ്. സോ ഈ പാരൻസിൽ ഫീമെയിലിന് സം ഡിസീസ് ഉണ്ട്, ആ സ്പെസിഫിക് ട്രേറ്റ് ഉണ്ട് എന്നർത്ഥം. എഫക്റ്റഡ് എന്നാണ് നമ്മൾ പറഞ്ഞു ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം. സോ ഈ ഫീമെയിൽ പാരൻറ്റ് എഫക്റ്റഡ് ആണ്, മെയിൽ എഫക്റ്റഡ് അല്ല, നോർമൽ വൺ ആണ്. സോ മെയിൽ ഫീമെയിൽ, അതുപോലെ ഇത് എഫക്റ്റഡ് ഫീമെയിലാണ്, ഇത് നോർമൽ മെയിലാണ്. അവർ തമ്മിൽ മേറ്റ് ചെയ്തു. സോ എഫക്റ്റഡ് ഫീമെയിലും നോർമൽ മെയിലും തമ്മിൽ മേറ്റ് ചെയ്തിട്ട് അവരുടെ നമ്പർ ഓഫ് ജനറേഷൻ, അവരുടെ പ്രോജനിയാണ് കാണിച്ചേക്കണത്. സോ ആ ഫീമെയിലും മെയിലും തമ്മിലുള്ള മേറ്റുകളുണ്ടായ പ്രോജനീസാണ് ഈ കാണിച്ചേക്കണം. സോ 1, 2, 3, 4 4 ഓസ്പ്രിങ്സുകൾ അല്ലെങ്കിൽ 4 പ്രോജനി നമ്മൾ കാണിക്കുകയാണെങ്കിൽ നോക്കിയേ, ഓസ്പ്രിങ്സുകളിലെ അവർക്ക് ഉണ്ടായ കുട്ടികൾ. സോ ആദ്യത്തെ ഇവർ തമ്മിൽ മേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായാൽ ആദ്യത്തെ കുട്ടി നമ്മൾ പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെയാണ്. സോ ഫസ്റ്റ് കുട്ടി, രണ്ടാമത്തെ കുട്ടി, ഇത് മൂന്നാമത്തെ കുട്ടി, നാലാമത്തെ കുട്ടി. നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ആ ഒരു പ്രയോറിറ്റി ഓർഡർ പറയണത്. സോ ആദ്യത്തെ കുട്ടി ഒരു നോർമൽ ഫീമെയിൽ അല്ലെങ്കിൽ നോർമൽ ഡോട്ടറാണ്. സോ ഫസ്റ്റ് കുട്ടി നോർമൽ ഡോട്ടറാണ്. രണ്ടാമത്തേത് ഒരു സണ്ണാണ് ഉണ്ടായത്, ആൺകുട്ടിക്ക് എഫക്റ്റഡ് ആണ്, ഡിസീസുള്ള ഒരു ആൺകുട്ടി ഉണ്ടായി, ഡിസീസ് ഇല്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടായി. മൂന്നാമത്തേത് ഇതുപോലെ ഡിസീസ് ഇല്ലാത്ത ഒരു നോർമൽ സണ്ണാണ് ഉണ്ടായത്. സോ നോർമൽ സൺ ഉണ്ടായി. നാലാമത്തേത് ഇതുപോലെ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ഡോട്ടറാണ് ഉണ്ടായത്. സോ ആ അമ്മയ്ക്ക് ഡിസീസ് ഉണ്ട്, അച്ഛന് ഡിസീസ് ഇല്ല. സോ എഫക്റ്റഡ് ഡിസീസ് ഉള്ള ഫീമെയിൽ, ഡിസീസ് ഇല്ലാത്ത അച്ഛൻ. അതിൽ അവരുടെ ആദ്യത്തെ കുട്ടി പെൺകുട്ടി, അതിന് ഡിസീസ് ഇല്ല. രണ്ടാമത്തെ കുട്ടി ആൺകുട്ടിയാണ്, ഡിസീസ് ഉണ്ട്. മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാണ്, പക്ഷേ ഡിസീസ് ഇല്ല, എഫക്റ്റഡ് അല്ല. നാലാമത്തെ കുട്ടി പെൺകുട്ടിയാണ്, അതിന് ഡിസീസ് ഉണ്ട്. ഈ ഷെയ്ഡിങ് കാണിച്ചു കഴിഞ്ഞാൽ ഡിസീസ് ഉണ്ട്. ഇനി ഈ പറഞ്ഞ ഡിസീസ് ഇല്ലാത്ത ഒരാൺകുട്ടി, ഡിസീസ് ഉള്ള ഒരു പെൺകുട്ടി, ഈ പറഞ്ഞവരുടെ അടുത്ത ജനറേഷൻ കാണിക്കുകയാണ്. സോ ഈ ഡിസീസ് ഇല്ലാത്ത നോർമൽ സണ്ണ് ഒരു ഡിസീസും ഇല്ലാത്ത ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു വേറൊരു ഇതിനെ കല്യാണം കഴിക്കുന്നു. സോ അതാണ് അവർ തമ്മിലുള്ള മീറ്റിംഗ് കാണിച്ചേക്കണം. സോ ഈ നോർമൽ സൺ വേറൊരു ഫീമെയിലിനെ മാരി ചെയ്യുന്നു. ബട്ട് നോർമൽ സണ്ണാണ്, ഡിസീസ് ഇല്ല. ഇവിടെ ആ വേറെ ഫാമിലിയിൽ നിന്ന് വന്ന ആ പെൺകുട്ടിക്കും ഡിസീസ് ഇല്ല. അവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ട് ഉണ്ടായ ആ ജനറേഷനിലുള്ള ഓസ്പ്രിങ്സിലാണ് ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കുട്ടി. സോ ആദ്യത്തേത് പെൺകുട്ടിയാണ്, ഡിസീസ് ഇല്ല. രണ്ടാമത്തേതും പെൺകുട്ടിയാണ്, ഡിസീസ് ഇല്ല. മൂന്നാമത്തേത് ആൺകുട്ടിയാണ്, ഡിസീസ് ഇല്ല. സോ ഈ പറഞ്ഞ നോർമൽ സണ്ണ് ഒരു നോർമൽ വുമണിനെ മാരി ചെയ്തപ്പോൾ അവിടെ ഉണ്ടാവുന്ന ജനറേഷനിൽ പെൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി, മൂന്നാമത്തെ ആൺകുട്ടി, ഈ പറഞ്ഞ ആർക്കും തന്നെ ഡിസീസ് ഇല്ല. ഇനി നമുക്ക് നോക്കാം, ഡിസീസ് ഉള്ള ഒരു ഡോട്ടർ ഉണ്ടായിരുന്നു. ആ ഡിസീസ് ഉള്ള ഡോട്ടർ ഒരു നോർമൽ മാനിനെ മാരി ചെയ്തു. സോ ഡിസീസ് ഉള്ള വുമൺ ഒരു നോർമൽ മാനിനെ മാരി ചെയ്തു. അവരുടെ മീറ്റിങ്ങിലുണ്ടായ ജനറേഷൻ നോക്കിയേ, ആ മീറ്റിങ്ങിൽ അതാണ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ജനറേഷൻ. ഇത് ആ ജനറേഷനിൽ നോക്കിയാൽ ആദ്യം ഒരു ആൺകുട്ടി ഉണ്ടായി, ഡിസീസ് ഇല്ല.
രണ്ടാമത് ഒരു പെൺകുട്ടി ഉണ്ടായി, ഡിസീസ് ഉണ്ട്, എഫക്റ്റഡ് ആണ്. മൂന്നാമത്തതിൽ ഈ പറഞ്ഞ ആൺകുട്ടിയാണ്, എഫക്റ്റഡ് അല്ല. സോ ഈ പറഞ്ഞതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്ക്, ഈ പറഞ്ഞ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു പാരൻറ്റിനെങ്കിലും ഈ പറഞ്ഞ ട്രീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഈ പറഞ്ഞ ഓസ്പ്രിങ്സിൽ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ കണ്ടു, ആരെങ്കിലും ഒരാൾക്കുണ്ട്, അതുകൊണ്ട് ഒരു ആൺകുട്ടിക്കും കിട്ടി, ഒരു പെൺകുട്ടിക്കും കിട്ടി. അതേസമയം ഇവിടെ നോർമലായിട്ടുള്ള 2 പേര് മാരേജ് ചെയ്തപ്പോൾ ആർക്കും തന്നെയില്ല. വീണ്ടും നമുക്ക് നോക്കാം, ഒരു എഫക്റ്റഡും ഒരു എഫക്റ്റ് ചെയ്യാത്ത ആൾക്കാരും, അവർ തമ്മിലുള്ള മാരേജിൽ 2 പേർക്ക് എഫക്റ്റഡ് അല്ല, ബട്ട് ഒരാൾക്ക് എഫക്റ്റ്. സോ ഇങ്ങനെ ഐതർ ഏതെങ്കിലും ഒരു പാരൻറ്റിന് ഡിസീസ് അല്ലെങ്കിൽ ആ ട്രീറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഓസ്പ്രിങ്സിന് വരുമ്പോഴാണ് നമ്മളതിനെ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രീറ്റ് എന്ന് പറയാം. സോ ഏതെങ്കിലും ഒരു പാരൻറ്റിനെങ്കിലും ഈ ട്രീറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത് ഡൊമിനൻ്റ് ആയിട്ട് വരുന്ന ട്രീറ്റ് എന്നർത്ഥം. സോ ഏതെങ്കിലും ഒരു പാരൻറ്റിന് മാത്രം ഉണ്ടെങ്കിൽ മാത്രം അത് ഓസ്പ്രിങ്സിന് വരുന്നത് കൊണ്ട് അതിനെ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രീറ്റ് എന്ന് പറയും. ഈ ഓട്ടോസോമൽ ഡോമിനൻറ്റിന് ഒരു എക്സാമ്പിളാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി. മയോട്ടോണിക് ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് ഡിസോർഡറാണ്. മസിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ജനറ്റിക്, മസിൽസ് വീക്കാവും, മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് ഒന്ന് നഷ്ടപ്പെടും, കൺട്രാക്ഷൻ, അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യില്ല, ഒരുപാട് പെയിനൊക്കെ വരുന്ന ഒരു ഡിസീസാണ്. മസിൽസിനെ നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മസിൽസിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി, അല്ലെങ്കിൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്നും പറയാം. സോ ഈ ഡിസീസ് ഈ പറഞ്ഞ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രീറ്റിന് എക്സാമ്പിളാണ്. ഈ മയോട്ടോണിക് ഡിസ്ട്രോഫിക്ക് കാരണക്കാരായ ജീൻ എന്ന് പറയുന്നത് ഡോമിനൻറ്റ് ജീനാണ്. സോ ഡോമിനൻറ്റ് ജീൻ ഫൗണ്ട് ഇൻ എൻ ഓട്ടോസോം. സോ മയോട്ടോണിക് ഡിസ്ട്രോഫിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ എന്ന് പറയുന്നത് ഒരു ഡോമിനൻറ്റ് ജീനാണ്. ആ ഡോമിനൻറ്റ് ജീന് ഓട്ടോസോമിൽ, സോ ഓട്ടോസോമിൽ കാണപ്പെടുന്ന ഒരു ഡോമിനൻറ്റ് ജീനാണ് ഈ പറഞ്ഞ മയോട്ടോണിക് ഡിസ്ട്രോഫിക്ക് റീസൺ. അതാണ് എക്സാമ്പിൾ. സോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഓൺലി വെൻ അറ്റ്ലീസ്റ്റ് 1 പാരൻറ്റ് വിത്ത് മയോട്ടോണിക് ഡിസ്ട്രോഫി, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പാരൻറ്റിന് മയോട്ടോണിക് ഡിസ്ട്രോഫി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡോമിനൻറ്റ് ട്രീറ്റ്, ഓട്ടോസോമൽ ആയിട്ടുള്ള ഡോമിനൻറ്റ് ട്രീറ്റ് ഉണ്ടെങ്കിൽ മാത്രം, സെക്സ് ലിങ്ക് ചെയ്യാത്തതാണ്, നമ്മൾ സെക്സുമായിട്ട് റിലേഷൻ ഇല്ലാത്തതാണ് ഓട്ടോസോമൽ എന്ന് പറഞ്ഞ ട്രീറ്റ്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു പാരൻറ്റിന് ഈ പറഞ്ഞ ട്രീറ്റ് ഉണ്ടെങ്കിൽ, അത് ഡോമിനൻറ്റ് ട്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏതെങ്കിലും ഒരു ഓസ്പ്രിങ്സിന് കിട്ടുന്നത്. സോ ഏതെങ്കിലും ഒരു പാരൻറ്റ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു പാരൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നെക്സ്റ്റ് ഓസ്പ്രിങ്സിൽ ആർക്കെങ്കിലും, അത് മെയിലാവാം ഫീമെയിലാവാം. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം, ഇവിടെ ഫീമെയിലാണ്, ബട്ട് ഇവിടെ മെയിലിന് ഡിസീസ് ആയിട്ടുണ്ട്, അതായത് ഒരു ഡോട്ടറിന് ഡിസീസ് ഉണ്ട്, ഫീമെയിലിന് ഡിസീസ് വന്നിട്ടുണ്ട്. എന്നാൽ നോർമലായിട്ടുള്ള 2 പേര് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓസ്പ്രിങ്സിലൊന്നും തന്നെ വരുന്നില്ല. സോ ഇവിടെയിൽ 2 പേർക്ക് വന്നു, ഇതുപോലെ ഈ 2 പേര് എഫക്റ്റഡ് ആൻഡ് നോർമലിൽ ഒരാൾക്ക് വന്നു. സോ മിനിമം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പാരൻറ്റിൽ ഒരാൾക്കെങ്കിലും ആ പറഞ്ഞ ഡിസീസ് അല്ലെങ്കിൽ ആ ട്രീറ്റ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രീറ്റ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് മയോട്ടോണിക് ഡിസ്ട്രോഫി.